ഇന്നിപ്പോൾ നമ്മളിവിടെ നേരത്തെ കാലത്ത് തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ മഴ നോക്കി നിൽക്കുമ്പോഴാണ് ജ്യൂസ് അടിച്ച് വെക്കാലോ എന്നുള്ള ഓർമ്മ വന്നത്. നമ്മുടെ നാട്ടിൽ മഴ പെയ്താൽ കറണ്ട് അങ്ങ് പോകും കേട്ടോ. അങ്ങനെ കിച്ചണിൽ ഞാൻ എത്തിയ പാടന്നെ കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്നും നോക്കിയില്ല. ഇനിയിപ്പോൾ വേഗം ബീഫ് കറി അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കായയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ബീഫ് വെക്കുന്നത്. നോമ്പായിട്ട് എന്നും ഇറച്ചി മീൻ തന്നെയാണല്ലോ. അപ്പോൾ കുറച്ചൊരു പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ വേഗം അങ്ങ് ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ വത്തക്ക ജ്യൂസ് നിന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ജ്യൂസ് ആണ്. അതങ്ങ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ എണ്ണക്കടിയായിട്ട് ഞാൻ ബീഫും കൊണ്ട് സമൂസയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നോമ്പറിൻ്റെ അന്ന് കൊണ്ടുവന്ന സമൂസ ഷീറ്റായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ സമൂസ റെഡിയാക്കി ഇനിയിപ്പോൾ അതാ പത്തിരിക്കുള്ള പരിപാടി നോക്കലാണ്. മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം ഇതാ നമ്മുടെ ബീഫ് കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വറവിട്ടെടുത്തു. അങ്ങനെ പത്തിരിയും കൂടെ ചുട്ടെടുത്തു കേട്ടോ. ഈ ഒരു സമയപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് സമൂസയും കൂടെ ഫ്രൈ ആക്കി എടുത്താൽ ഇന്നത്തെ പരിപാടികൾ ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നോമ്പറക്കാനുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.